തമിഴ് രാഷ്ട്രീയത്തിൽ പനീർശെൽവത്തിന്റെ പടയൊരുക്കം. ഗവർണർ മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് തിരിച്ചു. ആദ്യം പനീർശെൽവവുമായി കൂടിക്കാഴ്ച നടത്തും. 5 മണിക്ക് പനീർശെൽവവുമായും 7:30 ശശികലയുമായും കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നു. മുതിർന്ന നേതാവും MLA-യുമായ മധുസൂദനൻ പനീർശെൽവം ക്യാമ്പിലെത്തിയതായി സൂചന. 5 മണിക്കകം MLA-മാരെ മോചിപ്പിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം. ശശികലയെ പോയസ് ഗാർഡനിൽ നിന്ന് ഇറക്കിവിട്ട ജയസ്മാരകമാക്കാൻ പനീർശെൽവത്തിന്റെ നീക്കം. വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സിബി ജോസഫ് നൽകും വിശദാംശങ്ങൾ. സിബി, ആദ്യം ഗവർണർ അല്പസമയത്തിനകം തന്നെ ചെന്നൈയിലെത്തും. ഏത് സമയത്തൊക്കെയാണ് പനീർശെൽവവും ശശികലയുമായിട്ടുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്? മനു, ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഗവർണർ വിദ്യാസാഗർ റാവുമായി ഇപ്പോൾ പനീർശെൽവമാണ് ആദ്യം കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെ 5 മണിക്ക് ശശികല ഗവർണർ കാണുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എങ്കിൽ ഇപ്പോൾ വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പനീർശെൽവം ഗവർണർ കാണുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. വൈകിട്ട് 5 മണിക്ക് രാജ്ഭവനിലെത്തി പനീർശെൽവം ഗവർണർ വിദ്യാസാഗർ റാവുമായി കൂടിക്കാഴ്ച നടത്തും. അദ്ദേഹം തമിഴ്നാട്ടിലെ സ്ഥിതിഗതികൾ വിലയിരുത്തും. തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അദ്ദേഹം ഗവർണറുമായി ചർച്ച നടത്തും. കൂടാതെ തനിക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ അദ്ദേഹം കൂടുതൽ സമയം ആവശ്യപ്പെടാനാണ് സാധ്യത. കാരണം ഇത് ഗവർണറുടെ ഒരു വിവേചന അധികാരം കൂടിയാണ്. 1 മാസം വരെ പനീർശെൽവത്തിന് വേണമെങ്കിൽ ഈ ഭൂരിപക്ഷം തെളിയിക്കാൻ സമയം ഗവർണർക്ക് നൽകാം. ആ ഗവർണർ മാത്രം അധികാര വിവേചനത്തിൽപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, നമുക്കറിയാം മാനസികമായി പനീർശെൽവത്തോടാണ് ഗവർണർക്ക് കൂടുതൽ അടുപ്പം, അല്ലെങ്കിൽ മാനസികമായി പനീർശെൽവത്തെ പിന്തുണയ്ക്കുന്ന ആളാണ് ഗവർണർ എന്നുള്ളതും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായും അദ്ദേഹം ചെന്നൈയിലേക്ക് എത്താതിരുന്നതും. ഇന്ന് ഇപ്പോൾ കൃത്യം 3:20 കൂടി തന്നെ അദ്ദേഹം ചെന്നൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങും. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പനീർശെൽവം എത്തിയിട്ടുണ്ട്. ചെന്നൈ വിമാനത്താവളത്തിൽ ഗവർണറെ പനീർശെൽവം സ്വീകരിക്കും. അതിനുശേഷം വൈകിട്ട് 5 മണിയുടെ കൂടിക്കാഴ്ച നടത്തും. എന്തായാലും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ശശികലയ്ക്ക് ഈ ഗവർണറെ കാണാനുള്ള സമയം നൽകിയിരിക്കുന്നത് രാത്രി വൈകിട്ട് 7:30-നാണ്. 7:30-ന് ശശികല തങ്ങളുടെ ഭൂരിപക്ഷം 131 MLA-മാർ എന്നുള്ളത് ഇപ്പോൾ 129 കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും 118 എന്ന ആ മാന്ത്രിക സംഖ്യ തനിക്കുണ്ട് എന്നാണ് ശശികല ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഈ MLA-മാരുമായി താൻ ഇന്ന് ശശികല ഗവർണറെ കാണാനാണ് ഇപ്പോൾ നീക്കം. എന്തായാലും രാത്രി 7:30-നാണ് ശശികലയ്ക്ക് ഗവർണറെ കാണാൻ സമയം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ പനീർശെൽവത്തിന് തമിഴ്നാട്ടിൽ കൂടുതൽ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ്. അണികളുടെ മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും മുതിർന്ന നേതാവ് AIADMK-യിലെ മുതിർന്ന നേതാവായ മധുസൂദനൻ കൂടി അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു. മാത്രമല്ല, പനീർശെൽവം ഇപ്പോൾ ഗവർണറെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ MLA-മാരെ ഈ ശശികല കഴിഞ്ഞ ദിവസങ്ങളായി MLA-മാരെ അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് മുമ്പ് MLA-മാരെ കണ്ടെത്തണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം MLA-മാരെ മാറ്റിയിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ശശികല MLA-മാരെ ഭീഷണിപ്പെടുത്തി അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന രീതിയിലുള്ള അരാജകത്വം നിറഞ്ഞ കാര്യങ്ങൾ പോലും ശശികലയുടെ കാര്യങ്ങൾ പോലും പനീർശെൽവം ഇന്ന് ഗവർണർ ധരിപ്പിക്കും. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം കടന്നു പോകുന്നത്. എന്തായാലും 3:20 ഗവർണർ ഈ ചെന്നൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം മറ്റൊരു മുഖത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനു. തീർച്ചയായിട്ടും. ഒരുപക്ഷെ സിബി, മറ്റു ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ശശികലയുടെ ക്യാമ്പിലുള്ള പല MLA-മാരും അവിടെ ഇല്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പനീർശെൽവത്തിന്റെ ക്യാമ്പിലെത്തുന്ന MLA-മാരുടെയും നേതാക്കന്മാരുടെയും എണ്ണം ഇനിയും വർദ്ധിക്കും എന്ന സൂചനകളാണോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ 1 മാസത്തേക്ക് കൂടി, അല്ലെങ്കിൽ സമയം, ഭൂരിപക്ഷം തെളിയിക്കാൻ സമയം നീട്ടി നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പനീർശെൽവം തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും മനു, ഇപ്പോൾ ഓരോ മണിക്കൂർ കഴിയുന്തോറും പനീർശെൽവത്തിന് പിന്തുണ ഏറിക്കൊണ്ടിരിക്കുന്നു. ശശികല ഒരു ഏകാധിപതിയെ പോലെ ഇന്നലെ തന്നെ 131 MLA-മാരെയും അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക്, അതായത് ഒരു കൂറുമാറ്റത്തിന് സമയം കൊടുക്കാതെ, അല്ലെങ്കിൽ അതിനുള്ള ചർച്ചയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യവും കൊടുക്കാതെ ഇവരെ ചില ആഡംബര ഹോട്ടലുകളിലേക്ക്, എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാതെ ചില 2, 3 വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. മാത്രമല്ല, കൂറുമാറാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന MLA-മാരെ പ്രത്യേക ചില ഹോട്ടലുകളിൽ പ്രത്യേകം നിരീക്ഷിച്ചുകൊണ്ട് ശശികലയുടെ ആളുകൾ, അല്ലെങ്കിൽ ശശികലയുടെ ഭർത്താവ് നടരാജൻ അടക്കമുള്ളവരുടെ കീഴിൽ നിന്നുകൊണ്ട് അവരുടെ ഒരു കാവലിൽ തന്നെ ഈ MLA-മാർ ഉണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഇവരെ തിരക്കിക്കൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ ഇവരെ ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം ഇവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പനീർശെൽവത്തോട് പിന്തുണ തേടിക്കൊണ്ട് അവിടെ നിന്നും, ഈ ക്യാമ്പിൽ നിന്നും 2 MLA-മാർ ഈ ക്യാമ്പിൽ നിന്നും രാവിലെ ഇവർ അവിടെ നിന്നും ഈ പനീർശെൽവത്തിൻ്റെ ക്യാമ്പിലേക്ക് എത്തിയതായും റിപ്പോർട്ടുണ്ട്. അതിലൊരാളാണ് ഇപ്പോൾ ഞാൻ കുറച്ചു മുമ്പ്
സൂചിപ്പിച്ച മധുസൂദനൻ ഇനിയും കൂടുതൽ MLA മാർ എത്തുമെന്ന് തന്നെയാണ് ഉറപ്പ് തന്നെയാണ്. ഈ കാര്യത്തിൽ ശശികലയ്ക്കും ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നും വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ പനീർശെൽവത്തിന് കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ട് ഈ MLA മാരെ ലഭിക്കുമെന്ന് പനീർശെൽവത്തിന് ഉറപ്പുണ്ട്. 22 MLA മാരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് പനീർശെൽവം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ തന്നെ 5 പേരടക്കം പനീർശെൽവത്തിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തെ അല്ലെങ്കിൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടാൽ തനിക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കുമെന്ന് ഇവർക്ക് ഉറപ്പാണ്. മാത്രമല്ല ഈ DMK പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം നേതാക്കളും മുതിർന്ന നേതാക്കളടക്കം ഇപ്പോൾ പനീർശെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാവിലെ നടൻ കമൽഹാസൻ അടക്കമുള്ളവർ പനീർശെൽവത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അണികളും പനീർശെൽവത്തിനൊപ്പമാണെന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നു. ഈ കാര്യത്തിൽ ഇങ്ങനെ ഓരോ മണിക്കൂറുകളിലും പനീർശെൽവം നല്ല രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുമ്പോൾ ശശികലയ്ക്ക് തിരിച്ചടിയെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ പനീർശെൽവത്തിന് വ്യക്തമായി അറിയാം തനിക്ക് തന്നോടൊപ്പം കൂടുതൽ MLA മാർ എത്തുമെന്ന് തനിക്ക് വ്യക്തമായി അറിയാം. മാത്രമല്ല ശശികലയുടെ ക്യാമ്പിൽ ഇപ്പോൾ എത്ര MLA മാർ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം 129 MLA മാർ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർ ആ ക്യാമ്പുകളിൽ ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. പലരും ആ ക്യാമ്പിൽ നിന്ന് മുങ്ങിയതായും വാർത്തകളുണ്ട്. ഇത്തരത്തിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ശശികല വൈകിട്ട് 7:30 ഗവർണറെ കാണുമ്പോൾ ശശികലയ്ക്കൊപ്പം 129 MLA മാർ ഉണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമുണ്ട്. മനു, തീർച്ചയായിട്ടും സിവി മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് പനീർശെൽവം എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ മുൻപിൽ ശശികല കുരുക്കിലാകുന്ന ചില ദൃശ്യങ്ങൾ നമുക്ക് നേരത്തെ കാണാൻ കഴിഞ്ഞു. അതായത് ഏറ്റവും പ്രധാനമായും ഈ പോയസ് ഗാർഡനിൽ നിന്ന് ശശികലയെ ഇറക്കിവിടാൻ പനീർശെൽവം തീരുമാനിച്ചവിടെ ജയ സ്മാരകം ഉണ്ടാക്കാനുള്ള ഒരു നടപടിയുമായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ശശികല രംഗത്തെത്തിയത് ഈ പോയസ് ഗാർഡനിലെ വസതി തൻ്റെ ഭർത്താവിൻ്റെ സഹോദര ഭാര്യയുടെക്ക് എഴുതി നൽകിയിരിക്കുന്നു. വിൽപത്രത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു കെണിയായിരുന്നു. ആ കെണിയിൽ ശശികല കുടുങ്ങുകയായിരുന്നു എന്ന് തന്നെ പറയാം. അതായത് ജയലളിതയുടെ സ്വത്ത് സ്വന്തമാക്കാൻ ശശികല ശ്രമിക്കുന്നു എന്ന തരത്തിൽ ശശികലയുടെ ആ വാദം ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പനീർശെൽവവും അതിന്റെ പിറകിൽ BJP-യും ചേർന്നൊരുക്കിയ കെണിയിൽ ശശികല പെട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനു, പനീർശെൽവം ഒരുക്കിയ കെണിയിൽ ശശികല പെട്ടു. അല്ലെങ്കിൽ രാഷ്ട്രീയമായി അനുഭവമുള്ള പനീർശെൽവത്തിൻ്റെ മുന്നിൽ രാഷ്ട്രീയമായി അനുഭവമില്ലാത്ത ജയലളിതയുടെ വെറും തോഴിയായി മാത്രമായിരുന്ന ശശികല പെട്ടു എന്നുള്ളതാണ് സത്യം. ഇന്ന് രാവിലെ മുതലുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് രാവിലെ ശശികലയെ പോയസ് ഗാർഡനിൽ നിന്നും പുറത്താക്കാനാണ് ആദ്യം പനീർശെൽവം തീരുമാനിച്ചത്. ഈ പോയസ് ഗാർഡൻ ഒരു ജയലളിതയുടെ അല്ലെങ്കിൽ അമ്മയുടെ ഒരു സ്മാരകമായി ജയസ്മാരകമാക്കി ഉയർത്താൻ പനീർശെൽവം പ്രഖ്യാപിക്കുന്നു. അതിനുള്ള ഏറ്റവും നീക്കം എന്ന് പറയുന്നത് ശശികലയെ അവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിന് പിന്നാലെ തങ്ങളുടെ ശശികലയുടെ ബന്ധുവിനാണ് ഇതിൽ ഈ പോയസ് ഗാർഡനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ബന്ധുവിൻ്റെ പേരിലാണ് ഈ വിൽപത്രം ഉള്ളതെന്ന് പറയുന്നു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് പനീർശെൽവം വീണ്ടും രംഗത്തെത്തുന്നു. ഇവരെ പോയസ് ഗാർഡൻ മാറ്റാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു. ഇത് തന്നെ വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ടാണ് പനീർശെൽവം രംഗത്തെത്തിയത്. മാത്രമല്ല ഉച്ച ആകുന്നതിന് മുമ്പ് തന്നെ ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർ, അതായത് തനിക്ക് അനുകൂലമല്ലാത്ത ഉദ്യോഗസ്ഥ മേധാവികളെ പോലും മാറ്റുന്ന രീതിയിലേക്ക് പനീർശെൽവം തൻ്റെ സ്ഥാനം ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ഇന്ന് ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറെ അദ്ദേഹം നീക്കി. അതിനു മുമ്പായി DGP-യുമായി അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർ ജോർജിനെ നീക്കുന്നൊരു അവസ്ഥയുണ്ടായി. കൂടാതെ ശശികലയുടെ നിർദ്ദേശപ്രകാരം താൻ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്ന തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി ജ്ഞാനാദി കേശൻ, അതുപോലെ തന്നെ അതുൽ ആനന്ദ്, മറ്റൊരു IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ എല്ലാം തിരിച്ചു വിളിക്കുകയും അവരുടെ സസ്പെൻഷൻ റദ്ദാക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥലത്തിന് വലിയ നീക്കം ഇന്ന് പനീർശെൽവം നടത്തുകയുണ്ടായി. തികച്ചും നല്ലൊരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ ഒരു നീക്കമായിരുന്നു അദ്ദേഹം നടത്തിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഗവർണർ വൈകിട്ട് ഗവർണറെ കാണുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുകൊണ്ട്, അതായത് ഒരു രാഷ്ട്രീയ നീക്കം തനിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് എന്ന് ഗവർണറെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കമാണ് അദ്ദേഹം നടത്തിയത്. എന്നാൽ ശശികല കാണിച്ചത് ശശികല തങ്ങളിൽ നിന്ന് അടന്നുപോയ MLA, ഇന്ന് തന്നെ പുതുച്ചേരി MLA, മുൻ MLA പുതുച്ചേരി MLA ഓം ശക്തി ശേഖറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നൊരു സാഹചര്യമാണ് ശശികല ഇന്ന് രാവിലെ നടത്തിയത്. എന്നാൽ ഇതെല്ലാം മറ്റുള്ള MLA-മാർക്ക് താക്കിയതാണെങ്കിലും ഇത് ശശികലയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഒരു പനീർശെൽവം എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ ഒരു ശരിയായ, അല്ലെങ്കിൽ ഇത്രയും നാൾ നാം കണ്ടത് പനീർശെൽവം എന്ന ഒരു ജയലളിതയ്ക്ക് കീഴിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇതിനപ്പുറമായി വലിയ ശൗര്യത്തോടെ നല്ലൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് ഇന്ന് നമുക്ക് കഴിഞ്ഞ 3 ദിവസങ്ങളായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ഒരു കെണിയിൽ ശശികല പെട്ടു എന്നുള്ളതാണ് വാസ്തവം. മനു,
മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ ഒരു സട്ട പഞ്ചായത്ത് ഇയക്കം എന്ന സംഘടന സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. അതായത് ശശികലയുടെ സത്യപ്രതിജ്ഞ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിധി വരുന്നത് വരെ തടയണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നു. ഇതിൽ നാളെ 2 മണിക്ക് കോടതി വിധി പറയാനിരിക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ഗവർണറെ കാണുമ്പോൾ ഗവർണർ ഏതായാലും കാത്തിരിക്കാൻ തന്നെയായിരിക്കും ശശികലയോട് പറയുക എന്ന സൂചനകൾ തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഗവർണർ അങ്ങനെ പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ മുന്നിൽ MLA-മാരെ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണോ MP-മാർ ഇടപെട്ട് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്? തീർച്ചയായും ഇന്ന് ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മറ്റൊരു വ്യവഹാരവും കൂടി ഉണ്ടാകുകയുണ്ടായി. 2 ഹർജികളാണ് പ്രധാനമായി വന്നത്. ഒന്ന് സുപ്രീം കോടതിയിൽ പ്രധാനമായി വന്നത് ശശികലയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിധി ഉണ്ടാകുന്നതുവരെങ്കിലും ശശികലയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ഹർജി സുപ്രീം കോടതിയിൽ ഉണ്ടായത്. സുപ്രീം കോടതി ഈ കാര്യത്തിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വിധി പ്രസ്താവിക്കുമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു, ഈ ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തമിഴ്നാട് രാഷ്ട്രീയം കടന്നു പോകുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശശികല പ്രതിയായ സാഹചര്യത്തിൽ ഇങ്ങനൊരാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ആവശ്യപ്പെടുമ്പോൾ നാളത്തെ ദിവസം ശശികലയെ സംബന്ധിച്ച് നിർണായകമാണ്. അതുവരെ ഈ ഭൂരിപക്ഷം തെളിയിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നീളുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ശശികലയുടെ സത്യപ്രതിജ്ഞ വൈകിപ്പിക്കുന്ന രീതിയിലേക്കാണ് പനീർശെൽവം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മറ്റൊരു കേന്ദ്ര അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയം ദില്ലിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ, നമുക്കറിയാം തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയുണ്ട് മനു. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയമാണ്. ആ ദ്രാവിഡ രാഷ്ട്രീയത്തിന്മേൽ പറഞ്ഞിറങ്ങാൻ മുഖ്യകക്ഷികളായ BJPക്കോ കോൺഗ്രസിനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇതിനു വഴി ഒരു തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ജയലളിത മരിച്ചതിന് ശേഷം തമിഴ്നാട്ടിൽ രണ്ടാമതൊരു ശക്തിയായി ഒരു നേതാവ് ഇല്ല എന്നുള്ളത് സത്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി, ജയലളിത മരിച്ചപ്പോൾ നരേന്ദ്രമോദി വന്നതും ശശികലയെ സ്വാധീനിപ്പിച്ചതുമെല്ലാം നമ്മൾ വാർത്ത കൊടുത്ത് അന്ന് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. ഈ ഒരു BJPയുടെ ഒരു കളി അല്ലെങ്കിൽ BJP പോലുള്ള പാർട്ടിക്ക് അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് നമുക്കറിയാം അമിത്ഷാ മോഡി കൂട്ടുകെട്ട് എന്നുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാതി കാർഡുകൾ വിതറിക്കൊണ്ടാണ് അവർ എല്ലാ സംസ്ഥാനങ്ങളിലും ഇടപെടുകയും അവർ അതിൽ നേട്ടമുണ്ടാക്കുകയും ചെയ്ത് ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദ്രാവിഡ രാഷ്ട്രീയം ക്ഷയിക്കപ്പെടുമ്പോൾ BJP പോലുള്ള പാർട്ടിക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയുമെന്നുള്ളത് ഇവർക്കറിയാം. ഒരു ഹൈന്ദവ സാഹചര്യം അല്ലെങ്കിൽ ഹൈന്ദവം നിറഞ്ഞ തമിഴകത്തേക്ക് തമിഴ് വൈകാരികതയിലേക്ക് ഇവർക്ക് ചെന്ന് കയറാൻ കഴിയുമെന്ന് ഇവർക്ക് കൃത്യമായി അറിയാം. അണ്ണാ DMK പോലുള്ള പാർട്ടിയെ പുലർത്തിക്കൊണ്ട് പനീർശെൽവത്തെ പോലുള്ള ആളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഈ ഒരു BJPയുടെ ഒരു കടന്നുവരവ് സാധിക്കും. ഈ ഒരു ഇതും കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ BJP ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയം ഈ ശശികല ഈ സ്വത്ത് സമ്പാദന കേസുമായി തീർച്ചയായിട്ടും സിബിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരും നിമിഷങ്ങളിൽ സിബിയിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വേണ്ടി എത്തേണ്ടിയിരിക്കുന്നു. കാരണം അല്പസമയത്തിനകം തന്നെ അവിടെ ഗവർണർ എത്തും. 3:30 തന്നെ അദ്ദേഹം മീനമ്പാക്കത്ത് വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പം അദ്ദേഹത്തെ സ്വീകരിക്കാനായി പനീർശെൽവവും എത്തിയിട്ടുണ്ട്. 5:30 പനീർശെൽവവുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം 7:30 ശശികലയുമായി കൂടിക്കാഴ്ച നടത്താൻ സമയം അനുവദിച്ചിരിക്കുന്നത് ഗവർണർ. ഒപ്പം തന്നെ ഈ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്ന MLA-മാരെ 5 മണിക്കകം കണ്ടുപിടിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റിയിരിക്കുന്നു. വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തമിഴ്നാട്ടിൽ നടക്കുന്നു. ചെന്നൈ കേന്ദ്രീകരിച്ച്